ഒരു PDF ഫയലിനെ വളരെ എളുപ്പത്തിൽ ഒരു വേർഡ് ഡോക്യുമെന്റ് ആക്കി മാറ്റുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് PDF ഫയലുകളിലുള്ള ടേബിൾസും ചാർട്ട്സും ഒക്കെ എക്സൽ ഫയലുകളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സർപ്രൈസിംഗ്ലി ഈസി ആയിട്ടുള്ള ഈ PDF ടു വേർഡ് കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ കാണുന്ന PDF ഫയൽ ഇന്ത്യൻ ഫൈനാൻസ് മിനിസ്ട്രിയുടെ 42 പേജുള്ള ഒരു റിപ്പോർട്ടാണ്. ഒരുപാട് ഗ്രാഫുകളും ടേബിൾസും ഒക്കെയുള്ള ഈ PDF ഫയലിനെ ഒരു വേർഡ് ഡോക്യുമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. PDF ഫയൽ ക്ലോസ് ചെയ്യുന്നു. വേർഡ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ലെഫ്റ്റ് സൈഡ് ബാറിലുള്ള ഓപ്പൺ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബ്രൗസ്. നമ്മുടെ PDF ഫയൽ ഉള്ളത് ഈ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിലാണ്. PDF ഫയൽ സെലക്ട് ചെയ്യുക. ഓപ്പൺ. നോക്കുക, ഇവിടെ ഒരു മെസ്സേജ് ഉണ്ട്. Word will now convert your PDF to an editable Word document. This may take a while. PDF ഫയലിൻ്റെ സൈസിനനുസരിച്ചുള്ള സമയം ഈ കൺവേർഷന് വേണ്ടി വരുമെന്നാണ് ഈ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. നോക്കുക, നമ്മൾ തൊട്ട് മുമ്പ് കണ്ട PDF ഫയൽ വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് മാറി. ഈ ഡോക്യുമെൻ്റ് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്യുന്നു. ഫോണ്ട് കളർ ചേഞ്ച് ചെയ്യുന്നു. ഇനി ഈ വേർഡ് ഡോക്യുമെൻറ്റിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള ടേബിൾസും ചാർട്ട്സും എക്സലിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉദാഹരണത്തിന് ഈ കാണുന്ന ടേബിൾ എക്സലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ ടേബിളിൽ ക്ലിക്ക് ചെയ്യുക. ഈ ടേബിളിൻ്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലുള്ള ഈ ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കോപ്പി. എക്സൽ ഓപ്പൺ ചെയ്യുന്നു. ബ്ലാങ്ക് വർക്ക് ബുക്ക്. ഏതെങ്കിലും ഒരു സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ്. നോക്കുക, നമ്മൾ തൊട്ട് മുമ്പ് കണ്ട PDF ഫയലിലുള്ള ടേബിൾ എക്സലിലേക്ക് വന്നു. ഇനി ഈ കാണുന്ന ചാർട്ട് എക്സലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക്. കോപ്പി. റൈറ്റ് ക്ലിക്ക്. പേസ്റ്റ്. ഇനി ഈ കൺവേർട്ട് ചെയ്യപ്പെട്ട PDF ഫയൽ അഥവാ ഈ വേർഡ് ഡോക്യുമെൻ്റ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഏത് ഫോമാറ്റിൽ വേണമെങ്കിലും സേവ് ചെയ്യാവുന്നതാണ്. ഇനി വേർഡ് ഡോക്യുമെൻറ്റിനെ PDF ആയിട്ട് തന്നെ സേവ് ചെയ്യണമെങ്കിൽ ഫയൽ, സേവ് ആസ്. ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് PDF സെലക്ട് ചെയ്യുക. സേവ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഡോക്യുമെൻറ്റിൻ്റെ പേര് ചേഞ്ച് ചെയ്യുന്നു. സേവ്. നോക്കുക, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത PDF ഫയലാണ് ഈ കാണുന്നത്. PDF ഫയലുകളെ വേർഡിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തുകൊണ്ടും കൺവേർഷൻ നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണത്തിന് ഈ കാണുന്ന PDF ഫയൽ നോക്കുക. 3 പേജുള്ള ഒരു ചെറിയ റിപ്പോർട്ടാണ് ഈ കാണുന്നത്. ഈ PDF ഫയലിനെ വേർഡ് ഡോക്യുമെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഈ ഫയൽ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ. നോക്കുക, PDF ഫയൽ വേർഡ് ഡോക്യുമെൻ്റായിട്ട് മാറി. ഇനി ഈ ടേബിൾ എക്സലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ റൈറ്റ് ക്ലിക്ക്. കോപ്പി. റൈറ്റ് ക്ലിക്ക്. പേസ്റ്റ്. വേർഡ് 2013 തുടങ്ങി അത് കഴിഞ്ഞ് വന്ന വേർഡിൻ്റെ എല്ലാ വേർഷൻസിലും, അതായത് 2016, 2019 വേർഡ് വിത്ത് മൈക്രോസോഫ്റ്റ് 365 ഈ പറഞ്ഞ എല്ലാ വേർഷൻസിലും ഈ PDF ടു വേർഡ് കൺവേർഷൻ പോസിബിൾ ആണ്. മറ്റൊരു ഓഫീസ് പ്രൊഡക്ടിവിറ്റി ടിപ്പുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.